എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. അമ്മയേക്കാൾ സ്നേഹമേറും ദൈവമേ എൻ സർവസ്വമേ ഏകനായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു. അമ്മയേക്കാൾ സ്നേഹമേറും ദൈവമേ എൻ സർവസ്വമേ ഏകനായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു. അവിവേകിയായി അരുതായ്മകൾ ചെയ്തു പോയതോർക്കരുതേ. അലിവോടെ നിൻ മകനാക്കണേ. ലോകപാത ഞാൻ വെടിയാം. ഈശോ എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. എൻ്റെ ജീവിതം തരുന്നു ഞാൻ. എൻ്റെ ജീവിതം തരുന്നു ഞാൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാം വാക്യം. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം
എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. എൻ്റെ ജീവിതം തരുന്നു ഞാൻ. എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോയുടെ സന്നിധിയിൽ ഒരിക്കൽ കൂടി അവിടുത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ് ഈ സമയം. ഈശോയുടെ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ ഒരു ഒത്തുകൂടൽ. ഈശോയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് സുവിശേഷങ്ങളിൽ കാണുന്നത് പോലെ ഈശോയുടെ വാക്കുകൾ കേൾക്കുവാനും ഈശോയുടെ പഠനങ്ങൾ മനസ്സിലാക്കുവാനും ഈശോ ആരാണെന്ന് മനസ്സിലാക്കാനും ഈശോയുടെ അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും കാണുവാനും ഈശോയുടെ പക്കലേക്ക് വന്ന വിശ്വാസികളായ ആയിരം ശിശു സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തോടു കൂടി ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു സമയം മുഴുവൻ, ഈ ഒരു മണിക്കൂർ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ദാസരും ദാസികളുമായ ഞങ്ങളെല്ലാവരും അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുകയാണ്. ഈശോയെ വലിയ അനുഭവങ്ങൾ നൽകിക്കൊണ്ട്, പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ നൽകിക്കൊണ്ട്, ദൈവകൃപയുടെ അനുഭവങ്ങൾ നൽകിക്കൊണ്ട്, ദൈവത്തിൻ്റെ അടയാളങ്ങൾ നൽകിക്കൊണ്ട്, അത്ഭുതങ്ങൾ നൽകിക്കൊണ്ട്, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എൻ്റെ ഈശോയെ എന്ന് ആത്മാർത്ഥമായി ഈ സമയം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അനുകമ്പ തോന്നുന്ന കരുണയുള്ള നല്ല ഈശോ നമ്മുടെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കും. അതുപോലെ ഈ സമയം വേണ്ട വിധത്തിൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈശോയുടെ മുമ്പിലായിരിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അതിനുവേണ്ടി ആത്മാർത്ഥതയോടുകൂടി ഈ സമയങ്ങളിൽ ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ ആയിരിക്കാം. ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥൻ എന്നിലാഗതനായി അവിടുത്തെ നമുക്ക് സാഷ്ടാംഗം വീട് ആരാധിച്ച് എൻ്റെ ജീവിതം മുഴുവനായി നമുക്ക് അവിടത്തേക്ക് നൽകാം. നമുക്കൊന്നു ചേർന്ന് ഈശോയുടെ സന്നിധിയിൽ ആലപിക്കാം. സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഏറ്റുപാടാം. സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരും. ആവർത്തിച്ച് പാടുന്നു. സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരും. ഉയർന്ന സ്വരത്തിൽ പാടുന്നു. സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരും. ഈശോയെ നോക്കിക്കൊണ്ട് പാടുന്നു. സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരും. കുടുംബങ്ങളെ സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരും. ബന്ധുമിത്രാദികളെ സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരും. കൂട്ടുകാരെ സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരും. യുവജനങ്ങളെ സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരും.
പഠന മേഖലകളിൽ സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചിത എന്റെ ജീവിതം തരും. ജോലി മേഖലകളിൽ സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചിത എന്റെ ജീവിതം തരും. പഠന വിഷയങ്ങളെ സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചിത എന്റെ ജീവിതം തരും. രോഗങ്ങളെ സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചിത എന്റെ ജീവിതം തരും. ഈശോയ്ക്ക് വേണ്ടി സാഷ്ടാംഗം പ്രണമിച്ചിത എന്റെ ജീവിതം തരും. പൂർണ്ണമായി സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചിത എന്റെ ജീവിതം തരും. ചിന്തകളെ സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചിത എന്റെ ജീവിതം തരും. ബുദ്ധിയെ സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ചിട എന്റെ ജീവിതം തരും. വിശ്വാസത്തോടു കൂടി സാഷ്ടാംഗം പ്രണമിച്ചിട എന്റെ ജീവിതം തരും. ഉയർന്ന സ്വരത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചിട എന്റെ ജീവിതം തരും. ഞാൻ എന്റെ ജീവിതം തരും. ഞാൻ എന്റെ ജീവിതം തരും. ഞാൻ എന്റെ ജീവിതം തരും. ഞാൻ എന്റെ ജീവിതം തരും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. വിശുദ്ധ വിയാനി പുണ്യവാളൻ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ സൃഷ്ടവസ്തുക്കളിൽ പരതിയ ദൈവം ഒന്നും കാണായികയാൽ അവസാനം അതിനൊരു പരിഹാരം കണ്ടെത്തി. തന്നെ തന്നെ സ്വയം നൽകുക, തന്നെ തന്നെ ബലിയായി നൽകുക. അതിനായി സ്രഷ്ടാവായ ദൈവം സൃഷ്ടവസ്തുക്കൾക്ക് സമനായി മനുഷ്യാവതാരം സ്വീകരിച്ചു. 33 വർഷം
ഈ ഭൂമിയിൽ ജീവിച്ചു. അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അന്നൊരു പെസഹ ദിവസം പ്രതീകാത്മകമായി തൻ്റെ ചങ്കും ചോരയും പകർന്നു കൊടുത്തുകൊണ്ട് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് പീഡകൾ സഹിച്ചു, കുരിശു മരണം സ്വീകരിച്ചു, ഉത്ഥാനം ചെയ്തു. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കുമെന്ന വാഗ്ദാനം പാലിക്കുവാനായി മനുഷ്യരോട് കൂടെ എമ്മാനുവേലായി പ്രിയമുള്ളവരെ, അവനിതാ നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. വിശുദ്ധ പാദ്രോ പ്രിയോ ഇപ്രകാരം പറയുന്നു: ഈ ലോകം മുഴുവനുമുള്ള ലൗകിക സുഖങ്ങളെക്കാൾ എത്രയോ വലുതാണ് ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലായിരിക്കുന്ന ഈ ഒരു മണിക്കൂർ നേരം. എത്രയോ മഹോന്നതമാണ് ഈ ഒരു മണിക്കൂർ നേരം. സ്നേഹത്തിന്റെ കൂദാശിയായി ഞങ്ങളെ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, സ്വർഗനിവാസികളോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായം 30-ാം തിരുവചനം: എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കവേ, അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയും ഉപയോഗിച്ച് അവിടുത്തെ പുകഴ്ത്തുവേ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും അവിടുത്തെ പരിധി എത്തുകയില്ല. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും, വിഷമങ്ങളും, പോരായ്മകളും, ആകുലതകളും, കഷ്ടപ്പാടുകളും, പ്രയാസങ്ങളും അവിടുത്തെ മുമ്പിൽ ഇറക്കി വയ്ക്കാം. സകല മാലാഖമാരോട് ചേർന്ന് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ. എൻ്റെ കൂടെ നടക്കും, എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ. ചേർന്ന് പാടാം. എൻ്റെ കൂടെ നടക്കും, എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ. എൻ്റെ കൂടെ നടക്കും,
48-ാം അധ്യായം 11-ാം വാക്യം. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായവരും ഭാഗ്യവാന്മാർ, അവർ എന്നും ജീവിക്കും. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായവരും ഭാഗ്യവാന്മാർ, അവർ എന്നും ജീവിക്കും. ചേർന്നൊരിക്കൽ കൂടി എൻ്റെ കൂടെ നടക്കും, എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ. കൂടെ നടക്കും, എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ. എൻ്റെ കൂടെ നടക്കും, എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ. എൻ്റെ കൂടെ നടക്കും, എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ. ചേർന്ന് പാടുന്നു. എൻ്റെ കൂടെ നടക്കും, എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ. എൻ്റെ കൂടെ നടക്കും, എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ. എൻ്റെ കൂടെ നടക്കും, എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ. ആരാധന 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 ആരാധന. ഒരു കാര്യം മാത്രമേ ഞാൻ നേടുന്നു. ഒരു കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കുന്നു. കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ. ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ. എൻ്റെ കൂടെ നടക്കും, എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ. ചേർന്ന് പാടുന്നു. എൻ്റെ കൂടെ നടക്കും, എൻ്റെ കൂടെ വസിക്കും എൻ്റെ ഈശോയേ.
എൻ്റെ കൂടെ വസിക്കും എൻ്റെ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ ഈശോയുടെ കൂടെ നടന്ന, കൂടെ വസിച്ച നമ്മുടെ എല്ലാം സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, യുവജന ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ മണിക്കൂറിൽ അമ്മ തന്നെ യുവജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹത്തിൻ്റെ, വലിയ സാമീപ്യത്തിൻ്റെ, വലിയ അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ അനുഭവങ്ങൾ പങ്കുവച്ച് നൽകാനിടയാകണമേ. പരിശുദ്ധമേ, ഈ സമയം ഞങ്ങൾ ഒന്ന് ചേർന്ന് ഇവിടെ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ യുവജന ഹൃദയങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വലിയ യുവജന മിഷനറി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ സഭയിൽ ഉടലെടുക്കുന്നതിനു വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ബലം നൽകുന്നതിന് വേണ്ടി ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മേ, അമലേ, പ്രാർത്ഥിക്കണേ, ഇപ്പോഴും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ചേർന്ന് പാടാം. അമ്മേ, അമലേ, പ്രാർത്ഥിക്കണേ, ഇപ്പോഴും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യേകമായി വിവാഹമെന്ന കുദാശയിലൂടെ ഈശോയുടെ സ്നേഹത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന മക്കളായി ദൈവകൃപയോടും ദൈവത്തിൻ്റെ വലിയ വരപ്രസാദത്തോടും കൂടി ആത്മാവിൽ നിറയുന്ന ജീവിത സാക്ഷ്യത്തിനായി ഈശോയെ അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ അതൊരു വിരുന്നായിരുന്നു. ഒരുപാട് ഹൃദയങ്ങൾക്ക് സന്തോഷവും ആനന്ദവും പകരുന്ന ഒരു വിരുന്നായിരുന്നു. ആ നല്ല അനുഭവം നിറയുന്ന സന്തോഷത്തിൻ്റെ ഒരു നിമിഷങ്ങളിൽ, വേളകളിലൊക്കെ പരിശുദ്ധമ്മയുടെ കൂടെയുണ്ടായിരുന്നു. ഒരു പക്ഷേ വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധമ്മയ്ക്ക് അവിടെ അതൊന്നും വകവയ്ക്കാതിരിക്കാമായിരുന്നു. കാരണം എന്തിനാണ് മനുഷ്യർ ആനന്ദിക്കുന്നത്, എന്തിനാണ് മനുഷ്യർ സന്തോഷിക്കുന്നത്? പക്ഷെ പരിശുദ്ധമ്മ ഒരുപാട് വേദനകൾ സഹിച്ച്, ഒരുപാട് തിരസ്കരണങ്ങൾ, ഒറ്റപ്പെടലുകളൊക്കെ അനുഭവിച്ചറിഞ്ഞ് പരിശുദ്ധമ്മ സന്തോഷിക്കുന്ന ഹൃദയങ്ങളെ സ്നേഹിക്കുന്ന അമ്മയാണ്. ആനന്ദത്താൽ സന്തോഷിക്കുന്ന ഹൃദയങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധമ്മയെ നിങ്ങൾ മനസ്സിലാക്കുന്നു.
പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം, വിവാഹ വിരുന്നിൻ്റെ അനുഭവങ്ങൾക്ക് ശേഷം ആ സന്തോഷം, നിലനിൽക്കുന്ന സന്തോഷം നഷ്ടപ്പെട്ടു പോകാതെ ജീവിതത്തിലുടനീളം സന്തോഷം പകർന്നു നൽകുന്ന പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, അവർക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അമ്മേ അമലേ പ്രാർത്ഥിക്കണേ, ഇപ്പോഴും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ അമലേ പ്രാർത്ഥിക്കണേ, ഇപ്പോഴും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യേകമായി ഈ സമയങ്ങളിലൊക്കെ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ആയിരിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഞങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ചിരുന്നു. അമ്മേ മാതാവേ, SSLC +2 പരീക്ഷകൾ എഴുതാൻ പോകുന്ന മക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അമ്മ ഇന്ന് അങ്ങയോട് പ്രാർത്ഥിച്ചവരുടെ ഒക്കെ ആഗ്രഹങ്ങൾ ഒരനുഗ്രഹമായി ജീവിതത്തിന് പകർന്നു നൽകിയ നിമിഷങ്ങളിലൂടെ, ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. പരിശുദ്ധ അമ്മ, അങ്ങയുടെ വലിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്, അങ്ങയുടെ മധ്യസ്ഥ ശക്തി കൊണ്ടും കൂടിയാണ് ഞങ്ങളുടെ മക്കൾക്ക്, യുവജനങ്ങൾക്ക് പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകിക്കൊണ്ട് അവർ അനുഗ്രഹിച്ചതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യേകമായി ഉപരിപഠന മേഖലകൾ ഏതെന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ നിൽക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗവും വെളിയും തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ആ മക്കൾക്ക് വലിയ കൃപകൾ നൽകിക്കൊണ്ട്, പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം നൽകിക്കൊണ്ട്, എൻ്റെ ജീവിത നിയോഗവും ജീവിത ദൗത്യം എന്തെന്ന് തിരിച്ചറിയാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധമ്മയോട് ഞങ്ങൾ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമ്മേ, അവരുടെ ജീവിതങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അമ്മേ അമലേ പ്രാർത്ഥിക്കണേ, ഇപ്പോഴും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അമ്മേ അമലേ പ്രാർത്ഥിക്കണേ, ഇപ്പോഴും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്നേഹമുള്ളവരെ, ഇനിയുള്ള സമയം ശാന്തമായി ഈശോയെ മാത്രം നോക്കിക്കൊണ്ട് ഈശോയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് സ്വസ്ഥമായി ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ ആയിരിക്കാം. ഈശോ നമ്മോട് സംസാരിക്കുന്നവ നമുക്കിപ്പോൾ ശ്രവിക്കാം.
നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ദാനിയേലിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. നമ്മൾ ഒത്തൊരുമിച്ച് ദൈവവചനം മുഴുവനായിട്ട് വായിച്ചില്ലെങ്കിലും ഈശോയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഓരോ അധ്യായങ്ങളെ നമ്മൾ അനുഭവിച്ചറിയാൻ പരിശ്രമിക്കുകയായിരുന്നു. ആത്മാവിൻ്റെ വലിയ പ്രേരണയാൽ, കൃപയാൽ ഈ ദൈവവചന വായനയിലൂടെ ദാനിയേലിൻ്റെ പുസ്തകത്തിലൂടെ ദൈവം എൻ്റെ ജീവിതത്തോട് പറയുന്നത് എന്തെന്ന് നമ്മൾ വിവേകപൂർവം തിരിച്ചറിയുവാനും ചില നല്ല മാർഗങ്ങൾ എൻ്റെ ജീവിതത്തിന് സാധിക്കുന്നിടത്തോളം കാലം നിലനിൽപ്പോടുകൂടി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ദാനിയേൽ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 11-ാം അധ്യായത്തിൽ ഒരുപാട് സൂചനകളും ഒരുപാട് കാര്യങ്ങൾ, മുൻകൂട്ടി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിലൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിനക്ക് സത്യം വെളിപ്പെടുത്തി തരും. പേർഷ്യയിൽ 3 രാജാക്കന്മാർ കൂടി ഉയർന്നു വരും. 4-മതൊരുവൻ അവരെക്കാൾ സമ്പന്നനായിരിക്കും. സമ്പത്ത് മൂലം ശക്തനായിരിക്കുമ്പോൾ അവൻ എല്ലാവരെയും യവന രാജ്യത്തിനെതിരെ ഇളക്കി വിടും. തുടർന്ന് കടന്നു വരുന്നത് മുൻകൂട്ടി പറയുന്ന ചില കാര്യങ്ങളാണ്. നിശ്ചയിക്കപ്പെടുന്ന സമയം വരെ ഒന്നും പൂർത്തിയാവുകയില്ല. നിശ്ചയിക്കപ്പെടുന്ന സമയം വരെ ഒന്നും പൂർത്തിയാവുകയില്ല. നമ്മുടെ ജീവിതങ്ങളിലൊക്കെ മുൻകൂട്ടി നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സമയത്തിൻ്റെ പൂർത്തീകരണമാകുന്നത് വരെ ഒന്നും പൂർണ്ണമാവുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: സമയത്തിൻ്റെ പൂർത്തിയാകുന്നത് വരെ ഒന്നും തന്നെ നമുക്ക് വെളിപ്പെടുത്തി ലഭിക്കുകയില്ല, ഒന്നും പൂർണ്ണമാവുകയില്ല. ഈശോയുടെ സന്നിധിയിൽ ഇന്നത്തെ ദിവസം ഈ ഒരു ചെറിയ ചിന്തയോടുകൂടി ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരുപാട് മുൻകൂട്ടി പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും സമയത്തിൻ്റെ പൂർത്തീകരണമാകാതെ, സമയം നിശ്ചയിക്കപ്പെടുന്ന സമയമാകാതെ അവയൊന്നും സംഭവിക്കുകയില്ല, അതൊന്നും പൂർത്തിയാവുകയില്ല. നാളത്തെ ദിവസത്തെക്കുറിച്ച്, വരും വർഷങ്ങളെക്കുറിച്ച്, നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. ഈ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഈശോ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതികൾ, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പദ്ധതികൾ, അത് മനസ്സിലാക്കുവാനും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങളും ഈശോ ഒരുക്കിയിരിക്കുന്ന, മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയിലേക്കുള്ള വഴികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ സന്നിധിയിൽ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ അങ്ങ് നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നിങ്ങൾക്കറിയാം. വിശുദ്ധ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി പരിണമിക്കും. എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്ന ഈശോയുടെ മുമ്പിൽ യുവജന ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളും, ഓരോ വേളകളും, ഓരോ നിമിഷങ്ങളും എല്ലാം എൻ്റെ ജീവിത നിയോഗത്തിന്, ജീവിതത്തിന് പദ്ധതിക്ക് വേണ്ടി എന്നെ തന്നെ ഒരുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ സന്നിധി നമുക്ക് കരങ്ങൾ കൂപ്പി ഈ സമയം അവിടുത്തെ ആരാധിക്കാം. ഈശോയോട് ചോദിക്കാം, ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് എന്നെ ഒരുക്കുന്ന നല്ല തമ്പുരാനെ, എന്നെ വഴി നടത്തണമേ, ശക്തിപ്പെടുത്തണമേ, മനസ്സിന് ബലം നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഇപ്രകാരം ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നമ്മൾ ദൈവവചനം കേൾക്കുകയും ആ വചനത്തോട് ചേർന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഈശോയെ ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും പോവുകയാണ്. കാരണം വചനം നമുക്ക് വലിയ ജ്ഞാനം നൽകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം: എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയിൽ തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ജ്ഞാനം മതി നമ്മുടെ ജീവിതങ്ങൾക്ക്.
നമ്മുടെ ജീവിതങ്ങൾക്ക് ജ്ഞാനം മതി. ആ ജ്ഞാനം തരണമേ എന്ന് ഇനി തുടർന്ന് വരുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് ദൈവവചനത്തോട് ചേർന്നുകൊണ്ട് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ജ്ഞാനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ലഭിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഈ സമയം പ്രാർത്ഥിക്കാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവവചനത്താൽ സ്നാനമേറ്റ് ഒരു നവസൃഷ്ടിക്കായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് തിരുവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആവശ്യമായ കൃപകൾ നമുക്ക് യാചിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. യൗവനകാലത്ത് വചനത്തിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് വചനം ജീവിക്കുന്നവരാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സങ്കീർത്തനങ്ങൾ 119:11. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. കാരുണ്യവാനായ ഈശോയെ, മടുപ്പ് കൂടാതെ ദൈവരാജ വളർച്ചയ്ക്ക് വേണ്ടി ശുശ്രൂഷാരംഗങ്ങളിൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക,
പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. ദിവ്യകാരുണ്യ ഈശോയെ, യുവസഹജമായ മോഹങ്ങൾക്ക് അതീതമായി ദൈവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിക്കുവാൻ വേണ്ട കൃപ യുവജനങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സഭാപ്രസംഗകന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളിലും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ദിവ്യകാരുണ്യ ഈശോയെ, സദാ അങ്ങയുടെ നാമം ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും ഹൃദയത്തിലും സൂക്ഷിച്ച് ദൈവിക ആനന്ദത്താൽ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ യുവജനങ്ങൾക്ക് ആവശ്യമായ കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ചേർന്ന് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഒരിക്കൽ കൂടി. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. ഈശോയുടെ മുമ്പിൽ ഈ സമയം ഈശോയുടെ വചനം കൊണ്ട് ഞങ്ങളെ നിറച്ചതിനെ ഓർത്ത് ഈശോയെ ഞാൻ നന്ദി പറയുന്നു. ഈശോ ഈ സമയമൊക്കെയും അങ്ങയുടെ സ്നേഹത്തിനായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനും വലിയ ദൈവാനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെ കൃപയോടുകൂടി ആയിരിക്കുവാനും ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈശോ ഈ സമയം ഞങ്ങൾക്ക് വേണ്ട ശാരീരിക മാനസികവുമായ എല്ലാ ആരോഗ്യങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈശോ ഈ ദിവസത്തിൽ അങ്ങയുടെ വലിയ കൃപകളും വരങ്ങളും അങ്ങേക്ക് വേണ്ടി ഉപയോഗിക്കാനായി എളിയവരും ബലഹീനരും പാപികളും ദാസരുമായ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കിയതിനെ ഓർത്ത് ഈശോയെ പ്രത്യേകമായി നന്ദി പറയുന്നു. ഈശോയെ, ഇതൊന്നും ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, പ്രത്യേകിച്ച് അങ്ങയുടെ വലിയ അനുഗ്രഹത്തിൻ്റെയും അങ്ങയുടെ നിയോഗമായിരുന്നു എന്നീ ദിവസം ഞങ്ങൾ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളത്. അങ്ങയുടെ ഒരാഗ്രഹമായിരുന്നു, ദൈവിക പദ്ധതികളായിരുന്നു, വെളിപാടുകളായിരുന്നു എന്നീ ദിവസം ഞങ്ങൾ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളത്. ആ ഒരു വെളിപാടിലേക്ക്, ദൈവിക നിയോഗങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈ സമയം അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോട് കൂടി, അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ശിരസ് നമിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. പിതാവേ, നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ, സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു.
യേശുനാഥ നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. പാവനാത്മാ നന്ദിയോടങ്ങേ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.